प्यारे बच्चों, नमस्कार। आज की कक्षा की ओर सबका स्वागत। ഹുസൈന എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, അക്ഷരങ്ങൾ എങ്ങനെ പഠിക്കണം, വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വേഗത്തിൽ വായിക്കാൻ പഠിക്കാം, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് ഇറങ്ങുകയാണ്. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അത് കണ്ടതിനു ശേഷം നമ്മൾ ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകും. ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? പുൽബനീതി മാ. 5 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. ഇക്കായി മാനെ ക്യാ ഹേ? ഇക്കായി കാ അർത്ഥ് യൂണിറ്റ്. ഇക്കായി കാ അർത്ഥ് യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പാഠങ്ങളുടെ കൂട്ടം. ഏക് സേ അധിക് പാഠോं का സംഗ്രഹം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്കായി എന്ന് പറയാ. അങ്ങനെ 5 ഇക്കായി, 5 യൂണിറ്റുകൾ കൂടിയതാണ്. ഏകദേശം 12 പാഠങ്ങളാണ് നമുക്ക് ഈ കൊല്ലം പഠിക്കാനുള്ളത്. അതിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ആദ്യത്തെ യൂണിറ്റിൽ എത്ര പാഠങ്ങളാണുള്ളത്? പഹല ഇക്കായി മേം 3 പാഠ. പഹല കവിത, ദൂസര പട്കഥ, തീസര കഹാനി. അപ്പോ ഒരു കഥയും ഒരു തിരക്കഥയും ഒരു കവിതയുമാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ പുസ്തകത്തിലെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പുസ്തകം എടുത്തു വെച്ച് പഠിക്കുക. ക്ലാസ് റൂമിലാണ് നമ്മൾ ഇരിക്കുന്നുള്ള ചിന്തയോടെ നിങ്ങൾ വരിക. പുസ്തകത്തിലെ പേജ് നമ്പർ 7 വരിക. നിങ്ങൾ പന്നസംഖ്യ 7 ലേലോ. പന്നസംഖ്യ 7 ലേലോ. അവിടെ നിങ്ങൾ ഒരു ചിത്രം കാണുന്നുണ്ട്. എന്താണ് ആ ചിത്രം? ആ ചിത്രം എന്താണെന്ന് നോക്കിക്കേ. ചിത്രം നിങ്ങൾ കണ്ടു. ആ ചിത്രത്തില് കവിത അല്ലെങ്കിൽ ഒരു 3 വരികളുള്ള കവിത നമ്മൾ കാണുന്നുണ്ട്. 3 വരികളുള്ള കവിത. ഇതൊരു ജപ്പാനീസ് കവിതയാണ്. ഈ കവിതയ്ക്ക് പറയുന്ന പേരാണ് ഹൈക്കു. ഹൈക്കു. ഇസ് കവിത കോ ഹൈക്കു कहता है. ഈ ഹൈക്കു इसका विशेषता क्या? देखिए, पहला पंक्ति में कितना अक्षर है, दूसरा पंक्ति में कितना अक्षर है और तीसरा पंक्ति में कितना अक्षर है. देखिए, ये पहला पंक्ति में 5 अक्षर. നോക്കിയേ, ഈ കവിതയുടെ പ്രത്യേകത എന്താന്ന് നോക്കിയേ. ആദ്യത്തെ വരികളിൽ എത്ര അക്ഷരങ്ങളാണുള്ളത്? എത്ര അക്ഷരങ്ങൾ ആണ് ആദ്യത്തെ വരികളിലുള്ളത്? എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരം. രണ്ടാമത്തെ വരികളിൽ എത്ര അക്ഷരമുണ്ട്? നിങ്ങളൊന്ന് തൊട്ട് നോക്കിക്കേ, ഓരോന്നും എണ്ണി നോക്ക്. കണ്ടോ? ഒന്നാമത്തെ വരികളിൽ 5 അക്ഷരം, രണ്ടാമത്തെ വരികളിൽ 7 അക്ഷരം, മൂന്നാമത്തെ വരികളിൽ 5 അക്ഷരം. ഇങ്ങനെ 5, 7, 5 അക്ഷരങ്ങൾ വെച്ച് കവിത എഴുതുന്ന രീതിക്ക് അല്ലെങ്കിൽ അങ്ങനെ കവിത എഴുതുന്നതാണ് ഹൈക്കു. അത്ര നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഈ കവിത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കവിതയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് എന്താ? നമുക്ക് കവിതയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന കവിതയുടെ ആശയം എഴുതാനാണ്. ഈ ആശയം എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത എന്താണെന്ന് മനസ്സിലായാൽ ആശയം എഴുതാൻ നമുക്ക് എളുപ്പമാണ്. എന്താണ് കവിത? കവിതയും ഗദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കവിത എന്ന് പറയുന്നത് അർത്ഥമുള്ള വാക്കുകൾ അലക്ഷ്യമായി പ്രയോഗിക്കുന്നതാണ് കവിത. എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള വാക്കുകൾ അലക്ഷ്യമായി അവിടെയും ഇവിടെയും ഒക്കെ വെച്ച് എഴുതുന്നതാണ് കവിത. ഈ അവിടെയും ഇവിടെയും ഒക്കെ വെച്ച വാക്കുകളെ കൂട്ടിയോജിപ്പിച്ചാൽ അതെന്തായി? കവിതയുടെ ആശയമായി. അത് നമ്മൾ പഠിച്ചാൽ മതി. അല്ലാതെ നമ്മൾ കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട. അത് നമ്മൾ ഈ ക്ലാസ് പറയുന്ന സമയത്ത് സാറ് പറയും. അപ്പോഴത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടുത്തെ കവിത നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ പുസ്തകത്തിലേക്ക് നോക്കിക്കേ. എന്താണ്?
मैया की आई वृद्धाश्रम से चिट्ठी कैसा हो बेटा. ഒന്നും കൂടെ. मैया की आई वृद्धाश्रम से चिट्ठी कैसे हो बेटा. അവിടെ എന്തെങ്കിലും അറിയാത്ത വാക്കുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അടിയിൽ വരച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കുക. മയ്യ, മയ്യക്ക അർത്ഥക്ക മാം, ആയി അല്ലെ? ആയി എന്ന് പറഞ്ഞാൽ അറിയാലോ, ആന. ആനയുടെ വരിക, ആയി വന്നു. ഔർ വൃദ്ധാശ്രം സേ, എവിടെ നിന്നാണ്? വൃദ്ധാശ്രം. വൃദ്ധാശ്രം സേ ചിട്ടി, ചിട്ടി മാനെ കത്ത്. ഔർ കേസേ ഹോ ബേട്ട, കേസേ ഹോ ബേട്ട. അപ്പോ എവിടുന്നാണ് കത്ത് വന്നത് എന്നൊന്ന് നോക്കിക്കേ. ഇത് എന്തൊക്കെയാണ്? അമ്മയുടെ കത്ത് വൃദ്ധാശ്രമത്തിൽ നിന്ന് വന്നു, എങ്ങനെയുണ്ട് മോനെ. അത് നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കിക്കേ. അതിന്റെ അടുത്ത് അപ്പോ അമ്മയുടെ കത്ത് എങ്ങനെ പറയാം? അമ്മയുടെ കത്ത്, അമ്മ, മയ്യ അല്ലെ? മാം കി ചിട്ടി वृद्धाश्रम से आई बेटा कैसा हो. एक बार सुनिए. माम की चिट्ठी वृद्धाश्रम से आई बेटा सुख है ना कैसा हो. അപ്പം കണ്ടോ എങ്ങനെയാ കൊണ്ടുവന്ന് കണ്ടോ? നമുക്ക് അങ്ങനെ മനസ്സിലാക്കുക. അമ്മയുടെ കത്ത്. ഇനി ഇവിടെ നമുക്ക് ഇതിലേക്കൊന്ന് വരിക. അമ്മ എവിടെയാ ഉള്ളേ? വൃദ്ധാശ്രമത്തില്. വീടില്ലാഞ്ഞിട്ടാണോ? അല്ല. നമ്മുടെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് പാഠത്തിന്റെ എന്താണ് പ്രമേയമെന്ന് നമുക്കിത് വായിച്ചാൽ മനസ്സിലാവും. എന്താണ് പ്രമേയം? വൃദ്ധസദനത്തിൽ അകപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ് എന്ന ബോധ്യം നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നാമത്തെ പാഠം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹമാരി സമാജ് മേ, നമ്മുടെ സമൂഹത്തിൽ ആജ് വൃദ്ധസദനോം കി സംഖ്യ ബഡ് ഗയി ഹെ. ഇന്ന് വൃദ്ധസദനങ്ങളുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മാതാപിതാക്കളെ നോക്കാൻ, വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കാൻ മക്കൾക്ക് കഴിയാതെ വരുന്നു. ആ ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരുന്ന കവിതയിലേക്കാണ് നമ്മൾ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഈ ഹൈക്കു അല്ലെങ്കിൽ ഈ കവിതാശകലത്തിലൂടെ ഒന്നും കൂടെ നമുക്ക് പോകാം. വൃദ്ധാശ്രമത്തിൽ നിന്ന് അമ്മ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? അമ്മയുടെ പരിഭവങ്ങളോ വേദനകളോ വിഷമങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും മകനെ ചോദിക്കുന്നില്ല. മകനോട് ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. ബേട്ടാ സുഖന, സുഖന അല്ലെ, മോനെ സുഖാണോ. ഇത് ഒരമ്മയുടെ മനസ്സാണ്. ഒരമ്മയുടെ മനസ്സാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്നും കൂടെ നോക്കുക. മാം കി ചിട്ടി വൃദ്ധാശ്രം സേ ആയി बेटा कैसा हो. एक बार सुनिए. माम की चिट्ठी वृद्धाश्रम से आई बेटा सुख है ना कैसा हो. വൃദ്ധാശ്രമത്തിൽ നിന്ന് എന്തെടുത്തു? അമ്മയുടെ കത്തു വന്നു, എങ്ങനെയുണ്ട് മോനെ. ഇനി നമ്മള് നമ്മുടെ കവിതയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. കവിത നമ്മള് പാഠത്തിന്റെ അടുത്ത പേജിലേക്ക് നിങ്ങൾ പോവുക. അവിടെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അവിടെ ആ കവിതയുടെ പുൽബെനീതി, പാഠ്ക്കാനാം ക്യാ പുൽബെനീതി മാം, അതിന്റെ മുകളില് കോളത്തില് ഒരു എഴുതിയ ഒരു കുറച്ച് കാര്യങ്ങൾ കാണാം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടോ? നമ്മുടെ പുസ്തകത്തില് QR കോഡിനുള്ള ഒരു സ്ഥലം കാണാം. അവിടെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താൽ നമ്മൾക്ക് അവിടെ നിന്ന് ഒരു ചെറിയ ഷോർട്ട് ഫിലിം, 6 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം കാണാം. വൃദ്ധാശ്രമത്തിൽ അകപ്പെട്ടു പോയ അമ്മയെ കാണാനായിട്ട് മകൻ വരുന്നു. അപ്പോ അവിടെ അമ്മ മകനോട് അമ്മയുടെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ആ വൃദ്ധാശ്രമത്തിലെ ആൾക്കാരുടെ, വൃദ്ധസദനത്തിൽ അകപ്പെട്ടു പോയ ആൾക്കാരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ്. അത് നിങ്ങൾ കാണുക. അപ്പൊ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഫിലിം ഇവിടെ സാറ് ഇടുന്നില്ല, നിങ്ങളത് നോക്കിക്കാണുക. ഇനി നമ്മുടെ പാഠത്തിലേക്ക് പോവുകയാണ്. പാഠത്തിന്റെ പേരെന്താണ്? പുൽ ബനീതി മാം.
पुल का अर्थ क्या? पुल, पुल का अर्थ പാലം, പാലം. മാം പുൽ ബനി थी. ആരാണ് എഴുതിയിരിക്കുന്നത്? नरेंद्र पुंडरिक. नरेंद्र पुंडरिक हिंदी के विख्यात कवि नरेंद्र पुंडरिक लिखी हुई एक कविता है पुल बनी थी मां. ഇവിടെ ഒരു അമ്മയുടെ ദയനീയ അവസ്ഥ കവിതയിലൂടെ കവി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ എന്താണ് ആദ്യത്തെ കവിത, ഈ കവിതയുടെ ആദ്യത്തെ 2 പാരഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. കേട്ടതിനു ശേഷം കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടാകണം, എന്തെടുക്കേണ്ടത്? കേൾക്കുമ്പോൾ നിങ്ങളും ആ കവിതയുടെ ഒപ്പം വായിക്കണം. നിങ്ങളുടെ മനസ്സിലേക്ക് ആ കവിത കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കവിത മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഓഡിയോ കേൾക്കുക. हम भाइयों के बीच पुल बनी थी माँ. हम भाइयों के बीच पुल बनी थी माँ. जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरिलाल बत्ती के. हम लोगों की चुप 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 चुप, हम लोगों की चुप 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 चुप. पिता के बाद हम भाइयों के बीच पुल बनी थी माँ. अचानक नहीं टूटी, धीरे धीरे टूटती रही, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे, बुझा रही है माँ, बुझा रही है माँ. ഇനി നമുക്ക് ഓഡിയോ കേട്ടു നിങ്ങൾ എല്ലാവരും. ഇനി നമുക്ക് ആ കവിത എന്താണെന്ന് ഒന്ന് വായിക്കാം. ആദ്യത്തെ 4 ലൈൻ ശ്രദ്ധിച്ചേ. हम भाइयों के बीच पुल बनी थी माम, जिसमें आए दिन दौड़ती रहती थी भटक, बिना किसी हरिलाल पत्ती के. हम लोगों के चुक चुक चक चक. ഒന്നും കൂടി. हम भाइयों के बीच पुल बनी थी माम, जिसमें आए दिन दौड़ती रहती थी भटक, बिना किसी हरिलाल बत्ती के. हम लोगों की चुप चुप चक चक. ആദ്യത്തെ 4 ലൈൻ. അടുത്ത 8 വരികളും കൂടി ഒന്ന് നോക്കിക്കേ. पिता के बाद हम भाइयों के बीच पुल बनी थी माम. अचानक नहीं टूटती, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बुढ़ा रही हो है माम. ഇനി നിങ്ങൾ ഈ ഇതിൽ നിന്ന് അറിയാത്ത വാക്കുകളുടെ അർത്ഥം ഒന്ന് എന്തെടുക്കുക, എഴുതുക. ഇതാ ഇവിടെ നിങ്ങൾ വാക്കുകളുടെ അർത്ഥം ഇവിടെ നമ്മൾ തരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് എടുത്ത് എഴുതുക. അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ വാക്ക് പുൽ. പുൽ കാ അർത്ഥ ക്യാ? പാലം. പുൽ എന്ന് ഉള്ളതിന്റെ അടിയിൽ വരച്ചിട്ട് എഴുതുക, പാലം. ഇനി അടുത്ത താഴേക്കുള്ള മറ്റൊരു വാക്ക് ബത്തഡക്. ബത്തഡക് തടസ്സം കൂടാതെ, തടസ്സം കൂടാതെ. അചാനക് എന്റെ താഴെ അചാനക് പെട്ടെന്ന്. ടൂട്ടി രഹി ദുർബൽ ഹോത്തി രഹി, ദുർബലയാകുക, ദുർബൽ ഹോത്തി രഹി. ബുഡാ രഹി ഹെ, ബുഡിയ ഹോ രഹി ഹെ. എന്താണ്? വൃദ്ധയാവുക. അപ്പോ എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അർത്ഥം എഴുതി അല്ലെ? അർത്ഥം നിങ്ങൾ എഴുതി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക് നമുക്ക് ഒന്നും കൂടി വരാം. എന്താണ് കവിത? ആദ്യത്തെ 4 ലൈനിന്റെ അർത്ഥം എന്താണ് നോക്കിയേ. അവിടെ പുൽ, പുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാലം. പുൽക്കാ വിശേഷത ക്യാ? ദേഖിയേ, ചിത്ര ദേഖിയേ. ഒരു പാലത്തിന്റെ ചിത്രമാണ്. എന്താണ് പാലത്തിന്റെ പ്രത്യേകത?
രണ്ടു കരകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? പാലം ചെയ്യുന്നത്. രണ്ട് കരകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? പാലം ചെയ്യുന്നത്. അപ്പോ മാം പുൽബനീതി മാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹം ഭായിയോം കെ ബീച്ച്, ഭായ് സഹോദരങ്ങൾ, ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ അമ്മ പാലമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എപ്രകാരമാണോ രണ്ടു കരകളെ തമ്മിൽ ഒരു പാലം കൂട്ടിയോജിപ്പിക്കുന്നത്, അപ്രകാരം എന്താണ് വീട്ടിലെ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണിയായിരുന്നു ആര്? അമ്മ. അപ്പൊ ആദ്യത്തെ രണ്ട് ലൈനിന്റെ അർത്ഥം എന്താണ്? ഇതിലൊന്ന് ശ്രദ്ധിക്കുക. पुल बनी थी माम से क्या तात्पर्य है? पुल बनी थी माम का तात्पर्य जिस प्रकार नदी के ऊपर पुल दो किनारे को आपस में जोड़ता है, उसी प्रकार माम परिवार के हर सदस्यों को आपस में जोड़ने वाली कड़ी रहेगी. कितने विचारिക്കുന്നു? जिस प्रकार नदी के ऊपर का पुल दो किनारे को आपस में जोड़ता है, उसी प्रकार मां परिवार के हर सदस्यों को आपस में जोड़ने वाला कड़ी रही. അപ്പൊ ആദ്യത്തെ രണ്ട് ലൈനിന്റെ അർത്ഥം കിട്ടി. എപ്രകാരമാണോ രണ്ടു തീരങ്ങളെ തമ്മിൽ പാലം കൂട്ടിയോജിപ്പിക്കുന്നത്, അപ്രകാരം ഞങ്ങളുടെ കുടുംബത്തെ കൂട്ടിയോജിപ്പിച്ച കന്നിയായിരുന്നു ആര്? അമ്മ. അപ്പോ ഒരു കുടുംബത്തെ കൂട്ടിയോജിപ്പിക്കുന്ന കന്നിയാണ് ആര്? അമ്മ. ഈ ഒരു ബോധ്യം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വീടുകളില്, അകത്തളങ്ങളില് നമ്മുടെ അമ്മമാരെ കാണാതെ പോകരുത് എന്നുള്ള ഒരു ചിന്ത കൂടി നമ്മുടെ മുമ്പിലേക്ക് ഈ കവിത കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് അടുത്ത വരികളിലൂടെ കവി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കുക. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ജിസ്മേ ആയേ ദിൻ ദൗड़ती रगती जी बेथटक बिना किसी हरीलाल बत्ती के हम लोगों की चुक चुक चक चक. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ചുക് ചുക് ചക് ചക് ചുക് ചുക് ചക് ചക്. അതെന്താ? അതിനെ എവിടെ കേൾക്കുന്നത്? തീവണ്ടിയുടെ ശബ്ദം അല്ലേ? അപ്പൊ ഇവിടെ കവി റെയിൽഗാഡി തീവണ്ടി, ആരുടെ ജീവിതത്തെ റെയിൽഗാഡിയായിട്ട് ഉപമിക്കുകയാണ്? കുട്ടികളുടെ ജീവിതത്തെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ ജീവിതത്തെ തീവണ്ടിയായിട്ട് ഉപമിക്കുകയാണ്. ഇനി അവിടെ നിന്ന് നോക്കി, ഹരിലാൽ ബത്തി. എന്താ ഹരിലാൽ ബത്തി? പച്ചയും ചുവപ്പുമുള്ള വെളിച്ചം. അത് നമ്മൾ എവിടെയാ കണ്ടിട്ടുണ്ടാവുക? രണ്ട് സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എവിടെയാണ് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ട്രാഫിക്കിലൊക്കെ ചെല്ലുമ്പോൾ ചുവന്ന ലൈറ്റും പച്ച ലൈറ്റും ഒക്കെ കാണും. ഈ പച്ച ലൈറ്റ് കാണുന്നത് എന്തിനു വേണ്ടിയാ? അല്ലെങ്കിൽ നമ്മൾ അവിടെ ചിത്രമുണ്ട്, ആ ചിത്രം ഒന്ന് നോക്കിയാൽ മതി. ഈ പച്ച ലൈറ്റ് കാണുന്നത് എന്തിനു വേണ്ടിയാണ്? പച്ച ലൈറ്റ് എന്താ? യാത്ര തുടരാനും ചുവന്ന ലൈറ്റ് നിർത്താനുമാണ്. ആ രണ്ട് ലൈറ്റ് ജീവിതത്തിൽ ഇല്ലെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ജീവിതം എവിടെയെങ്കിലും അല്ലെങ്കിൽ ആ വണ്ടി എവിടെയെങ്കിലും പോയി എന്തെടുക്കും? തകരും. അപ്പോ ഇവിടെ അർത്ഥം എന്താകുന്നത്? അമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ അല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോയത് എപ്രകാരമായിരുന്നു? ഞങ്ങളുടെ ജീവിതമാകുന്ന തീവണ്ടിയെ എന്താണ്? യാതൊരു തടസ്സവും കൂടാതെ, യാതൊരു അപകടവും കൂടാതെ അമ്മ എന്തെടുത്തു? മുൻപോട്ട് കൊണ്ടുപോയി. ഒരു തടസ്സവും ഉണ്ടാക്കിയില്ല. ബുദ്ധിമുട്ടും ദുരിതവും വേദനയും വിഷമവും ഒക്കെ ഉണ്ടായപ്പോഴും അമ്മ യാതൊരു വിഷമവും കൂടാതെ ഞങ്ങളുടെ വണ്ടിയെ നന്നായി കൊണ്ടുപോയി. അതാണ് ഇവിടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഹരിലാൽ ഭക്തിക്ക് എന്താണ്? ഹം ലോകോം കി ചക് 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 ചക്. ഞങ്ങളുടെ ജീവിതത്തെ എന്താണ്? നന്നായി കൊണ്ടുപോയി അമ്മ. ഇനി അത്രയത്രേ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാം? അത്രയൊന്ന് ശ്രദ്ധിക്കുക. ഇസ് മാംരൂബി പുൽ സേ बच्चे की जिंदगी रूपी रेलगाड़ी बेधटक चलती रही. മൂന്ന് ലൈനിന്റെ അർത്ഥം എന്താണ്? ഇസ് മാം റൂബി പുൽ സേ ബച്ചോം കി ജിന്ദഗി റൂബി റെയിൽഗാഡി ബെധടക് ചൽത്തി രഹി. അമ്മയാകുന്ന പാലത്തിലൂടെ കുട്ടികളുടെ ജീവിതമാകുന്ന തേവണ്ടി എന്തെടുത്തു?
വളരെ ഒരു തടസ്സവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അമ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങളുടെ ജീവിതമാകുന്ന തീവണ്ടി ഒരു തടസ്സവും കൂടാതെ മുൻപോട്ട് ഓടിക്കൊണ്ടേയിരുന്നു. ഇതാണ് അവിടെ നമ്മളോട് പറയുന്നത്. അവിടെയുള്ള ആദ്യത്തെ പാരഗ്രാഫിന്റെ അർത്ഥം എന്താണ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ നമുക്ക് അത്രയും ഒന്ന് ഹിന്ദിയിൽ പറയാം. കവി कहता है कि जिस प्रकार नदी के ऊपर पुल दो किनारों को आपस में जोड़ता है, उसी प्रकार मां परिवार के हर सदस्यों को आपस में जोड़ने वाला कटी रही. इस माम रूबी पुल से बच्चों की जिंदगी रूबी रेलगाड़ी बेधड़क चलती रही. അത്രയുമാണ് ആദ്യത്തെ പാരഗ്രാഫിന്റെ അർത്ഥം. ഇനി നമ്മള് ഇതിന്റെ രണ്ടാമത്തെ ചാൻസിലൂടെ അല്ലെങ്കിൽ രണ്ടാമത്തെ വരികളിലൂടെ നമ്മളൊന്ന് കടന്നു പോകാൻ പോവുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? പിതാക്കെ ബാദ് ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി തി മാം, പുൽ ബനി മാം. അവിടെ എങ്ങനെ പറയാം? പിതാക്കെ ബാദ്. ഇസ്കാ അർത്ഥ ക്യാ? പിതാക്കെ ബാദ്, പിതാക്കെ മൃത്യുക്കെ ബാദ്. പിതാക്കെ ബാദ്, പിതാവിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിതാക്കെ മൃത്യുക്കെ ബാദ്, പിതാവിന്റെ മരണശേഷം. ഹമാരി ജിന്ദഗി മേ, ഞങ്ങളുടെ ജീവിതത്തെ എന്തെടുത്തു? അല്ലെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ആരായിരുന്നു? പാലമായിരുന്നു. അതാ ഇവിടെ പറയുന്നത് പുൽ ബനി തി മാം. എവിടെ? പിതാക്കെ മൃത്യുക്കെ ബാദ്. പിതാവിന്റെ മരണശേഷം ഞങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ അമ്മ എന്തായിരുന്നു? പാലമായിരുന്നു. നീയും അമ്മയെക്കുറിച്ച് എന്താ മക്കളുടെ ഓർമ്മകളിലേക്കാണ് അടുത്ത വരികൾ പോകുന്നത്. എന്താണ് ഓർമ്മകൾ? അചാനക് നഗി ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹി. എന്താ അർത്ഥം? അചാനക് നഗി ടൂട്ടി. അമ്മ അച്ഛന്റെ മരണശേഷം അമ്മ പെട്ടെന്ന് വൃദ്ധയായില്ല. ടൂട്ടി രഹി എന്ന് പറഞ്ഞാൽ വൃദ്ധയായില്ല. പിന്നെ എങ്ങനെയാണ്? മെല്ലെ മെല്ലെ വൃദ്ധയായി. ഇതിന്റെയൊക്കെ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ്? മക്കൾ പ്രായപൂർത്തിയായി രണ്ട് കാലിൽ നിൽക്കുന്നിടം വരെ അമ്മയുടെ വയസ്സും പ്രായവും ഒന്നും മക്കൾക്ക് പ്രശ്നമുണ്ടാവില്ല. അത്രയും നേരം അമ്മ അല്ലെങ്കിൽ പ്രായമായെങ്കിലും അമ്മ എന്തെടുക്കും? മക്കൾക്ക് വേണ്ടി ഓടും. രണ്ടു കാലിൽ നിൽക്കാനാകുമ്പോ, മക്കൾ സ്വതന്ത്രരാകുമ്പോ അമ്മ പ്രായമായെന്ന് ആർക്കു തോന്നും? മക്കൾക്ക് തോന്നും. അങ്ങനെ മക്കൾക്ക് തോന്നാൻ തുടങ്ങി. അതാണ് ഇവിടുത്തെ അർത്ഥം. തോന്നാൻ തുടങ്ങി. ഞങ്ങൾ എന്തെടുത്തു? അത് ഞങ്ങൾ മനസ്സിലാക്കി. അമ്മ എന്തായിരിക്കുന്നു? വൃദ്ധയായിരിക്കുന്നു. നമുക്കറിയാം, അമ്മമാരെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. മക്കൾ എത്ര പ്രായമായാലും എത്ര വലിപ്പം വെച്ചാലും എന്തായാലും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കൾ ആരാണ്? അവർക്ക് എപ്പോഴും മക്കൾ മക്കളാണ്. അവരെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. ഒരു പ്രായം കഴിഞ്ഞ് മാതാപിതാക്കളുടെ സംസാരം നമുക്ക് എന്തായിട്ട് തോന്നും? അരോചകത്വമായിട്ട് തോന്നും. ഇതുപോലെ തന്നെ ഈ മക്കൾക്കും എന്തുപറ്റി? തങ്ങളുടെ അമ്മയുടെ വാക്കുകൾ അരോചകമായി തോന്നി. അല്ലെങ്കിൽ അമ്മയ്ക്ക് വയസ്സായി, അമ്മ വയസ്സായിട്ടാണ് പിറുപിറുക്കുന്നതെന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങി. അതാണ് ഇവിടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ ഹിന്ദി അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ എന്താ അവിടെ നമുക്ക് കാണാൻ കഴിയുക? ഒന്ന് നോക്കിക്കേ. പിതാക്കി മൃത്യുക്കെ ബാദ് ഭീ മാം ഭായിയും കെ ബീച്ച് പുൽ ബനി രഹി ഥി. അച്ഛന്റെ മരണശേഷം അമ്മ ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ പാലമായിരുന്നു. മാം ധീരെ ധീരെ ടൂട്ട്നെ ലഗി. അമ്മ മെല്ലെ മെല്ലെ എന്തെടുക്കാൻ തുടങ്ങി? വൃദ്ധയാകാൻ തുടങ്ങി. അർത്ഥാത് മാം ദുർബൽ ഹോനെ ലഗി. വേ മാനസിക और शारीरिक रूप से धीरे धीरे कमजोर होती गई. उसके शरीर पर बुढ़ेपे का असर दिखाने लगा. അപ്പോ അമ്മ മെല്ലെ മെല്ലെ എന്തെടുക്കാൻ തുടങ്ങി? വൃദ്ധയാകാൻ തുടങ്ങി. അമ്മയുടെ മാനസികവും ശാരീരികവുമായ തളർച്ച മക്കൾക്ക് കാണാൻ തുടങ്ങി.
അപ്പോ അമ്മ എന്തെടുത്തു? അമ്മയുടെ എല്ലാ ശാരീരികവും മാനസികവുമായ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ വൃദ്ധന്മാരുടെ അല്ലെങ്കിൽ വൃദ്ധയായതിന്റെ ലക്ഷണങ്ങൾ കാണാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മള് പാഠഭാഗം ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്താണ്, ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുന്നത് നമുക്കൊന്ന് പറയാം. നമുക്ക് പരീക്ഷ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. വർക്ക്ഷീറ്റിൽ ഇതിന്റെ അർത്ഥം എഴുതാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു ടിപ്പണി എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ കാര്യത്തിലൂടെ നമ്മളൊന്ന് പോകണം. ഒന്നാമത് എന്താ വേണ്ടത്? കവി അവർ കവിതാക്ക പരിചയം. കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും ഒരു പരിചയം വേണം. രണ്ടാമത് നമ്മൾ എന്തെഴുതണം? നമ്മൾ തന്നിരിക്കുന്ന കവിതയുടെ ആശയം എഴുതണം. മൂന്നാമത് എന്താണ്? ഭാഷാപരക് എന്താണ് പ്രത്യേകത, വിശേഷത, ഭാഷാപരക് വിശേഷത, അവിടെയുള്ള പ്രതീകങ്ങൾ എന്തൊക്കെയാണ്, വാക്കുകളുടെ പ്രയോഗങ്ങൾ എങ്ങനെയാണ്, വാക്യഘടന എങ്ങനെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഴുതുക. അതിനുശേഷം ആ കവിത ഇന്നത്തെ കാലഘട്ടത്തിന് അപ്പന ദൃഷ്ടികോൺ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം, എന്തെല്ലാം ആശയങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കവി കൊണ്ടുവരുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോഴാണ് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. അപ്പോഴാണ് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുക. അപ്പൊ ഇത്രയും എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പായിട്ട് നമുക്ക് എഴുതേണ്ടത്? പുൽ ബനി थी माम, हिंदी के मशहूर कवि श्री नरेंद्र पुंडरीक की कविता है. कविता में कवि बूढ़े माम बाप के प्रति अपना उत्तरदायित्व से विफल होती जा रही युवा पीढ़ियों को उपदेश देते हैं. कवि कहता है कि जिस प्रकार नदी के ऊपर का पुल 2 किनारों को आपस में जोड़ता है, उसी प्रकार माम परिवार के हर सदस्यों को आपस में जोड़ने वाली कड़ी रही. इस माम रूबी पुल से बच्चों की जिंदगी रूबी रेलगाड़ी बेधड़क चलती रही. पिता के मृत्यु के बाद भी माम भाइयों के बीच पुल बनी रही. माम धीरे धीरे टूटने लगी, अर्थात माम दुर्बल होने लगी. वे मानसिक और शारीरिक रूप से धीरे धीरे कमजोर होती गई. उसके शरीर पर बुढ़ापे का असर दिखाने लगा. ഓക്കെ, അപ്പൊ നിങ്ങള് കവിത 2-3 പ്രാവശ്യം വായിക്കുക. കവിതയുടെ ആശയങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇത്രയും ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന്റെ PDF ഇടുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി അതിന്റെ വാക്കുകളൊക്കെ നിങ്ങൾ ആ വാക്കുകളുടെ അർത്ഥം എഴുതുക. PDF ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ, അതുപോലെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇന്ന് പഠിച്ചത് എന്താണ്? പുൽ ബനി थी माम എന്ന കവിതയുടെ ആദ്യത്തെ 2 പാരഗ്രാഫാണ് നമ്മൾ കണ്ടത്. ഈ 2 പാരഗ്രാഫ് നന്നായി വായിക്കുക, അർത്ഥങ്ങൾ എഴുതുക. ഇതിൽ നിന്ന് വരാവുന്ന പുതിയ വാക്കുകൾ നിങ്ങൾ സ്വായത്തമാക്കി വെക്കുക. സ്വന്തമായിട്ട് നിങ്ങൾ ഈ കവിത വെച്ചിട്ട് ഒന്ന് എന്തെടുക്കുക, പറയാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഓക്കെ, എല്ലാവർക്കും ധന്യവാദം.